ഇതിഹാസ പുരാണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കലിയുഗത്തിൽ മനഃശാന്തിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് കലിയുഗത്തിൽ ഭഗവാനെ പ്രാപിക്കാനും മനഃശാന്തി നേടാനും ഏറ്റവും എളുപ്പമുള്ളതും ഫലപ്രദവുമായ മാർഗങ്ങളിൽ ഒന്നാണ് നാമസങ്കീർത്തനം. നാമജപത്തിൽ പ്രധാനം മഹാമന്ത്രം തന്നെയാണ്. ഹരേ കൃഷ്ണ മന്ത്രം എന്നും മഹാമന്ത്രം അറിയപ്പെടുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുന്നത് സർവ പാപങ്ങളെയും അകറ്റി മനസ്സിന് ശാന്തി നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഗണപതി, ശിവൻ, ദേവി, കൃഷ്ണൻ, രാമൻ തുടങ്ങിയ ഇഷ്ടദൈവങ്ങളുടെ നാമങ്ങളും നിരന്തരം ജപിക്കുക. മറ്റു യാഗങ്ങളും കർമ്മങ്ങളും ഈ യുഗത്തിൽ ദുഷ്കരമായതിനാൽ നാമജപം എളുപ്പത്തിൽ ആർക്കും എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത് പറയുന്നത് ഭഗവത് ഗ്രന്ഥ പാരായണമാണ്. ഭഗവാന്റെ ലീലകളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് മനസ്സിനെ സമാധാനിപ്പിക്കും. പ്രധാന ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതം കലിയുഗത്തിലെ ആളുകൾ ഭഗവാന്റെ രൂപമായി ഭാഗവതത്തെ കണക്കാക്കുന്നു. ഭഗവത്ഗീത, രാമായണം, ദേവി മഹാത്മ്യം, ഗുരുവായൂർ മഹാത്മ്യം പോലുള്ള ഗ്രന്ഥങ്ങൾ ദിനവും പാരായണം ചെയ്യുക. വായിക്കാൻ സാധിക്കാത്തവർക്ക് ഭക്തി പ്രഭാഷണങ്ങൾ കേൾക്കുകയോ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കുകയോ ചെയ്യാം. നല്ല ആളുകളോടൊത്തുള്ള സഹവാസം മനസ്സിനെ ശുദ്ധീകരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാനും സാധിക്കുന്ന ഭജനകൾ, ധ്യാന ക്ലാസുകൾ എന്നിവയിൽ പങ്കെടുക്കുക. ഗുരുക്കന്മാരെ സേവിക്കുക. ആത്മീയ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്ന യഥാർത്ഥ ആചാര്യന്മാരെയോ ഗുരുക്കന്മാരെയോ അനുഗമിക്കുകയും സേവിക്കുകയും ചെയ്യുക. അടുത്തതായി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ മനസ്സിന് ആന്തരികമായ സന്തോഷം ലഭിക്കുന്നു. സാധുക്കൾക്ക് അന്നദാനം, രോഗികളെ സഹായിക്കൽ, ക്ഷേത്ര ശുചീകരണം തുടങ്ങിയ സേവനങ്ങളിൽ ഏർപ്പെടുക. സത്യസന്ധത. ജീവിതത്തിൽ സത്യവും ധർമ്മവും മുറുകെ പിടിക്കുക. നിത്യവും ആരാധനയും ധ്യാനവും ദിവസവും കുറഞ്ഞ സമയമെങ്കിലും ആരാധനയ്ക്കായി മാറ്റിവയ്ക്കുക. തിരക്കിട്ട ജീവിതത്തിനിടയിലും ദിവസവും കുറഞ്ഞത് 10-15 മിനിറ്റെങ്കിലും ശാന്തമായിരുന്ന് ധ്യാനിക്കുകയും ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുക. വീട്ടിലെ പൂജാമുറിയിൽ ദിവസവും വിളക്ക് വെച്ച് ആരാധന നടത്തുക. നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭാഗവതം ഇങ്ങനെ പറയുന്നു: അല്ലയോ രാജാവേ, ദോഷങ്ങളുടെ കലവറയാണ് കലിയുഗം എങ്കിലും ഇതിനൊരു മഹത്തായ ഗുണമുണ്ട്. ശ്രീകൃഷ്ണന്റെ നാമം ജപിക്കുന്നത് കൊണ്ട് മാത്രം ഈ ലോക ബന്ധങ്ങളിൽ നിന്ന് മുക്തനായി പരമപദം പ്രാപിക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കലിയുഗത്തിലെ പ്രലോഭനങ്ങളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാനും ആഴമായ ആത്മീയ സമാധാനം നേടാനും സഹായിക്കും. എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഭക്തജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ